ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റീരിയസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് പഴംപൊരി തയ്യാറാക്കുന്നതാണ്. ചായക്ക് കഴിക്കാനായിട്ട് നല്ല ചൂട് പഴംപൊരി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് മൈദ, 3 ഏത്തപ്പഴം, 1 മുട്ട, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. ഈ റവ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ, പഴംപൊരിയിൽ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ റവ ചേർക്കുന്നത്. മുട്ട ചേർക്കുന്നത് പഴംപൊരി കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് മൈദ ഒഴിവാക്കാം, അതിന് പകരം ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്കപ്പം ഇതിന് വേണ്ട മിക്സ് തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തു, അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ റവയുണ്ട്, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അധികം പഴുക്കാത്ത പഴമാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പഴുത്ത പഴമാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം വെള്ളം ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇതിന്ന് ഈ മിക്സ് ഒന്ന് നല്ലോണം എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു നുള്ള് ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൊടുത്തത് ടേസ്റ്റ് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി കൊടുത്തത് ഞാൻ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പഴംപൊരിയുടെ ഒരു കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് മുക്കി പൊരിച്ചെടുക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ മിക്സ് ഉണ്ടാവേണ്ടത്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് തയ്യാറാക്കി എടുത്തു. ഇനി നമുക്ക് പഴം നമുക്ക് മുറിച്ചിട്ട് ഇതിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഒന്ന് ഓണാക്കാം. പാത്രം വെച്ചു, ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ യൂസ് ചെയ്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം, കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്കിനി പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ലോണം പൊങ്ങി വന്നതുണ്ടോ, പൊങ്ങി വരുന്നുണ്ട്. മുട്ട ചേർത്തുണ്ട്. രണ്ട് സൈഡും ഈക്വലായിട്ട് നല്ലോണം മൊരിഞ്ഞ് വരണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ രുചികരമായ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായക്കൊപ്പം നമുക്ക് ഈ പഴംപൊരി കഴിക്കാം. ഈ പഴംപൊരി ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ട ചേർത്തുകൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണിൽ ഞെക്കാൻ പ്രസ് ചെയ്യാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you.